ഹലോ ഹായ് നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മൾ ചേച്ചിൻ്റെ വീട്ടിൽ പോകുന്ന പതിവാണ് കേട്ടോ. അതുപോലെ ചേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ ശിലമോള് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം മണ്ണിലേക്ക് കളിക്കാൻ കിട്ടിയൊരു അവസരമാണ്. അത് അവൾ നന്നായിട്ട് യൂസ് ചെയ്തു. ഞാൻ പിന്നെ മണ്ണ് കളിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ചളിയിലും മണ്ണിലൊക്കെ വളർന്ന് ആൾക്കാർ തന്നെയാണ്. ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് അവളെ ഫ്രീ ആയിട്ട് അവളെ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്ത ആൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ആൾ ഉണ്ടായിരുന്നു മിലൻ. അത് കഴിഞ്ഞ് അവരെ കുളിപ്പിച്ച് കയറ്റി നമ്മളിങ്ങനെ വിട്ടിട്ടപ്പോൾ അവർക്ക് ഫോൺ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. ഫോൺ കൊടുക്കുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് ബോധേഡാണ്, അറിയാം. പക്ഷേ എങ്കിലും നമ്മളവർക്ക് അറിയുമ്പോൾ ജസ്റ്റ് കൊടുത്തു. പിന്നെ ഒരു കൗതുകം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെറിയ പ്രായത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ അവർ കണ്ടിന്യൂ ചെയ്ത് കാണും, അല്ലാത്ത വീഡിയോ അവരങ്ങ് കളഞ്ഞുകൊണ്ടിരിക്കും. ഈ കുഞ്ഞ് വിരലിനെ കൊണ്ട് അവരിത് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അത്ഭുതം. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ നോക്കിയോ ഫോണാണ് കുറേ കാലങ്ങളൊക്കെ യൂസ് ചെയ്തത്. പിന്നെ സ്വന്തമായി കാലിൽ നിൽക്കാൻ തുടങ്ങിയ ശേഷം ടച്ച് ഫോണൊക്കെ. എപ്പോഴും എനിക്ക് ടച്ച് ഫോണിനെ കുറിച്ച് ഒന്നും ക്ലിയർ ആയിട്ടൊക്കെ നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ, ഇത്ര ചെറിയ പ്രായത്തിൽ അവർ. പിന്നെ അവർ 2-3 മിനിറ്റ് മാത്രമേ അവർ യൂസ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അധികം കൊടുക്കുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് മീൻ കറി വെക്കണമായിരുന്നു. ഞാൻ അമ്മനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഫുഡ് ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആ ഒരു വിഷമം മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുൻപേ ഫാൻ ഇടാൻ പോലും കിടന്നെടുത്തുനിന്ന് അമ്മയെ വാന്ന് പറയും. അപ്പോൾ അമ്മ വന്ന് ഫാൻ ഇട്ടരും, ഫാൻ ഓഫ് ചെയ്യാൻ, പിന്നെ ആ തിന്ന പാത്രം പോലും കഴുകില്ല. അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു വിവാഹത്തിന് മുന്നേ ഉണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അമ്മനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.